Hi friends, welcome back to Mission 2020 for LDZ, LGS and VEO. ഈ എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോഴ്സായിരുന്നു ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് LGSന്റെയും LDCയുടെ ഒക്കെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സോൾവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു 126/2017 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് കോർപ്പറേഷൻസ് ആൻഡ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം നടന്ന 2017 നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി തുടങ്ങാം. ഏറ്റവും വലിയ 3 അക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ 4 അക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. 3 അക്കത്തിലെ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ ഏതായിരിക്കും? 3 അക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യ തന്നെ 999 ആണ്. അപ്പം അതൊരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് അത് തന്നെയാണ് 3 അക്കത്തിലെ ഏറ്റവും വലിയ ഒറ്റ സംഖ്യ. അതുപോലെ ഇരട്ട സംഖ്യ 4 അക്കത്തിലെ ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 1000 തന്നെയാണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയും 1000 ആണ്. അപ്പൊ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? 1000ഉം 999 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നാണ്. 1000 - 999. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 1 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചോദിച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എളുപ്പമാണ്. 4 അക്ക സംഖ്യയും 3 അക്ക സംഖ്യയൊക്കെ നമുക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ റീസണിങ് ഭാഗത്തിൽ നിന്നുള്ളതാണ്. ഒരാൾ നടക്കാൻ ഇറങ്ങിയാൽ ആകെ 1 കിലോമീറ്റർ നടക്കും. ഓരോ 100 മീറ്റർ നടന്നാൽ ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കും. ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. നടക്കേണ്ടത്, അതായത് ഇനി നടക്കേണ്ടത് ഏത് ദിശയിലായിരിക്കും എന്നാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആദ്യം 1 കിലോമീറ്റർ നടക്കും എന്ന് തന്നിട്ടുണ്ട്. അതിന് ഈ ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നമ്മളെ ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് തന്നൊരു ഫാക്റ്റ് ആണത്. ഡയറക്ഷന്റെ സെൻസ് ആണ്, ഏത് ഡയറക്ഷനിലേക്ക് പോകും എന്നുള്ള ഒരു ഐഡിയ ആണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഒരാൾ 100 മീറ്റർ നടന്നാൽ അപ്പോൾ തന്നെ ഇടത്തോട്ട് തിരിയുമെന്നാണ്. അപ്പൊ ഈ ഒരാൾ ആദ്യം എന്താണ് ചെയ്തത്? 100 മീറ്റർ അയാൾ കിഴക്കിലേക്ക് നടന്നു. അപ്പൊ അത് നമ്മൾ വരച്ചു നോക്കി. 100 മീറ്റർ അയാൾ കിഴക്കിലേക്ക് നടന്നു എന്ന് കാണിച്ചു. അങ്ങനെ നടക്കുമ്പോൾ 100 മീറ്റർ കഴിഞ്ഞ ശേഷം അയാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ആ ഒരു ഇത് വെച്ചിട്ട് അയാൾ ലെഫ്റ്റിലേക്കാണ് തിരിയുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ അയാളുടെ ഇടത്ത് ഏതാണെന്ന് നോക്കുക. അയാളുടെ ഇടത്ത് ഇങ്ങോട്ടായിരിക്കും, മേലോട്ടായിരിക്കും. അതായത് ഇങ്ങനെ പോകുമ്പോൾ അയാളുടെ ഇടത്ത് ഏതാണെന്നാണ് നോക്കുക. പേപ്പർ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നോക്കുക. അപ്പൊ അയാളുടെ ഇടത്ത് മേലോട്ടായിരിക്കും. അപ്പൊ മേലോട്ടാണ് അയാൾ ഇപ്പൊ ഇനി പോകുന്നത്. അത് ഏത് ഡയറക്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? വടക്കിലോട്ടാണ് അയാൾ പോകുന്നത്. അപ്പം നമ്മുടെ റൈറ്റ് ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ വടക്ക് ദിശയിൽ എന്നാണ്. അതായത് കിഴക്ക് നിന്ന് വന്ന ആള് ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ അയാൾ വടക്കിലോട്ടായി മാറി. റൈറ്റ് ആൻസർ വടക്കായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 200 രൂപക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര എന്ന്. ലാഭവും നഷ്ടവും എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാഭത്തിന്റെ ശതമാനമാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം എന്ത് നോക്കാം? ആദ്യം എത്ര ലാഭം ഉണ്ടെന്ന് നോക്കാം. 200 ഉള്ളത് 250-നാണ് വിറ്റത്. അപ്പൊ ലാഭം എത്രേ? ലാഭം 50 റുപ്പീസാണ്. ഇനി ലാഭത്തിന്റെ ശതമാനം, നഷ്ടത്തിന്റെ ശതമാനം, ഇതെല്ലാം എപ്പോഴും നമ്മൾ ബേസ് ചെയ്യുന്നത് CP ആണ്. CP എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയിലാണ്. അപ്പോൾ ഇവിടെ വാങ്ങിയ വില 200 ആണ്. അപ്പൊ 50/200 × 100 ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും വിട്ടുക. അപ്പം 50/2 എന്ന് വരും. 50/2 എത്രയാണ്? 25% ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 25%. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി എന്താണോ ചോദിച്ചത്, ലാഭമാണോ നഷ്ടമാണോ, എന്തായാലും നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും വാങ്ങിയ വിലയാണ്. ആ ഒരു പോയിന്റ് ആലോചിക്കുക. അതുപോലെ ഇക്വേഷൻസ് നമുക്ക് അറിയുന്ന ഇക്വേഷനാണ്. ലാഭം ബൈ വാങ്ങിയ വില × 100 എന്നായിരിക്കും ലാഭത്തിന്റെ ശതമാനം. അതുപോലെ തന്നെയാണ് നഷ്ടത്തിന്റെയും ശതമാനം കാണുന്നത്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ഈ ക്വസ്റ്റിന്റെ റൈറ്റ് ആൻസർ 25% ആയിരിക്കും. 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏത്? ഈ താഴെ തന്നിട്ടുള്ളവയിൽ 0.35ന്റെ ഭിന്നസംഖ്യ രൂപം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു പോയിന്റിന് ശേഷം ദശാംശത്തിന് ശേഷം 2 സംഖ്യകളാണുള്ളത്. അപ്പൊ നമ്മൾ അതിനെ ഭിന്നസംഖ്യ ആക്കുമ്പോൾ 0.35 എന്നുള്ളതിനെ ഭിന്നസംഖ്യ ആക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? താഴെ 2 പൂജ്യം വരും. അതായത് 35/100 എന്നായിരിക്കും അതിനെ ഭിന്നസംഖ്യ ആക്കി എഴുതാം. നമ്മൾ 35/100 കിട്ടി. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കി. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 35/10 എന്നുണ്ട്. പിന്നെ 20/7, 7/20, 10/35. അപ്പൊ നമുക്ക് സ്യൂട്ട് ആയതൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഈ 35/100നെ ഒന്ന് ചെറുതാക്കുക. രണ്ടിലും വെട്ടിപ്പോക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ ചെറുതാക്കുക.
35-ലും 100-ലും പോകുന്ന ഒരു നമ്പർ 5ആണ്. 35-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു, മേലെ 7ആയി, താഴെ അതുപോലെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 20ആയി. 7/20 എന്ന് കിട്ടും. 7/20 ഓപ്ഷനിലുണ്ട്. അപ്പൊ നമ്മുടെ റൈറ്റ് ആൻസർ സി 7/20 ആണ്. അതായത് 35/100 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ചെറുതാക്കിയിട്ടുള്ള ഫോമാണ് ഓപ്ഷൻസിൽ വെച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 35/10 എന്ന് ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ചെയ്ത ഒറ്റയടിക്ക് നമ്മളത് ഇടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ അതിനെ ചെറുതാക്കിയ ശേഷം ആ ഭിന്നസംഖ്യയാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി 7/20. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും എന്നാണ്. ഇത് ആക്ച്വലി അംശബന്ധത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് 10 പ്രാവശ്യം കറങ്ങുമ്പോൾ അയാൾ എത്ര ദൂരം പോയി? 32 മീറ്റർ പോയി. അപ്പം അതേപോലെ ഇനി അയാൾക്ക് എത്ര ദൂരം പോകേണ്ടി? 4 കിലോമീറ്റർ ആണ് ഇവിടെ പോകേണ്ടത്. അപ്പൊ 4 കിലോമീറ്ററിനെ ആദ്യം മീറ്റർ ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അപ്പൊ എത്ര പോകും എന്നൊക്കെ നോക്കാം. 3.2 ഡിവൈഡഡ് ബൈ 10 എന്നൊക്കെ കണ്ടിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. പക്ഷെ അതിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് ഇങ്ങനെയാണ്. റേഷ്യോ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. അതായത് ഇവിടെ 10/32 ആയിരിക്കും. അപ്പുറത്ത് നമുക്ക് എന്താണ് നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണ് നമുക്ക് കാണേണ്ട സാധനങ്ങൾ. ഇവിടെ എത്ര എണ്ണം കറങ്ങും എന്നാണ് നോക്കേണ്ടത്. അത് ഈ 32 മീറ്റർ ഉള്ളത് ഇപ്പൊ എത്ര മീറ്റർ ആയി? 4000 മീറ്റർ ആയി. അപ്പോൾ അവിടെ എന്താണോ സംഭവിച്ചത്, 32-നെ എങ്ങനെയാണോ നമ്മൾ 4000 ആക്കിയത്, അതേ ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 32-നെ നമ്മൾ എന്തുകൊണ്ടാണോ മൾട്ടിപ്പിൾ ചെയ്തത് എന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 4000-നെ 32 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും? 125 എന്ന് കിട്ടും. അതായത് 32-നെ നമ്മൾ ഒരു 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് അത് 4000 മീറ്റർ ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ ഈ 10-നെയും ഒരു 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 125 1250. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇത് ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡാണ്. അപ്പൊ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? 32/10 ചെയ്യാം. 3.2 ആണ്. 3.2-നെ ഈ 4000 കൊണ്ട് ഡിവൈഡ് ചെയ്താലും കിട്ടും. അതും സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഈസി ആയിട്ടുള്ള അപ്രോച്ച് ഇങ്ങനെ നോക്കി കാണാൻ പഠിക്കുക. അതായത് 10 കറങ്ങുമ്പോൾ 32 പോകും. ഇനി 4000 കറങ്ങും. അപ്പോൾ ഈ 32 4000 ആവാൻ നമ്മൾ എന്ത് ചെയ്തോ അതേ ഫംഗ്ഷൻ ഇവിടെയും ചെയ്യാം. അത് എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 125 കിട്ടി. അതേ 125-നെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1250 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. നമുക്കിനി LGS-ലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 2 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5. ബോർഡ് മാസ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഓർഡർ കീപ്പ് ചെയ്താൽ വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. അപ്പൊ ഇതിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ഇവിടെ ഡിവിഷൻ ഉണ്ട്, അത് ആദ്യം ചെയ്യാം. 16 ഡിവൈഡഡ് ബൈ 2 8 ആണ്. അത് ചെയ്ത ശേഷം പിന്നെ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ 8 × 4 ആയി മാറി. ഇവിടെ അത് ചെയ്യാം. 8 × 4 32 ആണ്. ഇനി നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. പ്ലസും മൈനസും മാറ്റി ചെയ്താലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാലും പ്ലസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ആ ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യാം. 2 + 32 ചെയ്യാം. എത്രയാവും? 34 ആവും. 34-ൽ നിന്ന് ഒരു 5 കുറക്കുക. ഉത്തരം 29 ആയിരിക്കും. ഓപ്ഷൻ ബി 29 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. ഓരോ ഷോർട്ട് കട്ട് ട്രിക്സും ഞാൻ അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് പെട്ടെന്ന് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ കോഴ്സ് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോഴ്സിന് ഒരു റിവ്യൂ നൽകാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റൈറ്റ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ഉണ്ടാവും. അത് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ കോഴ്സിന് റിവ്യൂവും നൽകാം, അതുപോലെ റേറ്റിംഗും നൽകാൻ പറ്റും. അതുപോലെ ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.